മിമിക്രിയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ നടനാണ് ജയസൂര്യ. താരത്തിൻ്റെ സിനിമയോടുള്ള മോഹം ഇന്ന് കാണുന്ന ജയസൂര്യ എന്ന നടനിലേക്കെത്തിച്ചു. മലയാളത്തിൽ ഇന്നും ഉയർന്ന താരമൂല്യമുള്ള നടനാണ് ജയസൂര്യ. നടൻ, ഗായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലയിലും താരം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2001 പുറത്തിറങ്ങിയ അപരന്മാർ നഗരത്തിൽ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിയ താരമാണ് ജയസൂര്യ. തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നുവെങ്കിലും പിന്നീട് തമാശ കഥാപാത്രങ്ങളും മാസ് ഹീറോയും ഒരുപോലെ ചെയ്ത് സിനിമയിൽ സജീവമായി. ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് നടനായി താരം തിളങ്ങുന്നത്. മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ. കത്തനാർ എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ ജയസൂര്യ. എന്താടാ സജിയാണ് അവസാനം റിലീസ് ചെയ്ത നടൻ്റെ സിനിമ. പബ്ലിക്കിലും അഭിമുഖങ്ങളിലും വരുമ്പോൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ സെലിബ്രിറ്റികൾ അതീവ ശ്രദ്ധ പുലർത്തണം. അല്ലാത്തപക്ഷം വാവിട്ട് പറഞ്ഞുപോയ വാക്ക് പിന്നീട് വാളായി തലയ്ക്ക് മുകളിൽ വരും. അത്തരമൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നടൻ ജയസൂര്യ കടന്നു പോകുന്നത്. അടുത്തിടെ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി രംഗത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ച് ആയതുകൊണ്ട് ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. സത്യം തെളിയുന്നതുവരെ പോരാടുമെന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ച് നൽകിയ മറുപടി. പിന്നാലെ ഈ നടി കേസ് പിൻവലിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചുവെന്നാണ് നടി ആരോപിച്ചത്. നടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ജയസൂര്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ലോലിപോപ്പ് സിനിമയുടെ റിലീസ് സമയത്ത് പുറത്തുവന്ന അഭിമുഖമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നത്. അഭിമുഖത്തിൽ ജയസൂര്യയ്ക്കൊപ്പം നടി ഭാവനയും സുരാജ് വെഞ്ഞാറമൂടുമുണ്ട്. മൂന്നുപേരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ ജയസൂര്യ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത്. ഭാവന തമിഴിലും കന്നഡയിലും തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മൂവരും ഒരുമിച്ചുള്ള അഭിമുഖം നടന്നത്. ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇൻ്റർവ്യൂവിന് ബിക്കിനി ധരിച്ച് ചെന്നുവെന്ന് കേട്ടിരുന്നു. നീയും അതുപോലെ വരുമോ? അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും അവിടെ വരാനാണ് എന്നാണ് ഭാവനയോട് തമാശ കലർത്തി ജയസൂര്യ പറഞ്ഞത്. ബിക്കിനിയൊന്നും ഞാൻ ജീവിതത്തിൽ ഇടില്ലെന്നായിരുന്നു ഭാവനയുടെ മറുപടി. ശേഷം ബിക്കിനി എന്താണെന്ന് ഭാവന സുരാജ് വെഞ്ഞാറമൂടിനോട് വിവരിച്ചു കൊടുക്കുന്നതും വൈറലാകുന്ന വീഡിയോയിൽ കാണാം. വീഡിയോ വീണ്ടും വൈറലായതോടെ ജയസൂര്യയുടെ ദ്വയാർത്ഥം തമാശയോടുള്ള എതിർപ്പ് കമന്റ് ബോക്സിൽ നിറഞ്ഞു. നടന്റെ പേരിൽ ഇപ്പോഴുള്ള വിവാദം കൂടി കൂട്ടിച്ചേർത്താണ് കമന്റുകൾ ഏറെയും. പെൺ സുഹൃത്തുക്കളോട് പറയാൻ കൊള്ളാവുന്ന കോമഡിയില്ല ജയസൂര്യ ഭാവനയോട് പറഞ്ഞതെന്നാണ് ഏറെയും കമന്റുകൾ. ഇതാണ് ജയസൂര്യ. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഇയാൾ ബുദ്ധിജീവിയായി അഭിനയിക്കാൻ തുടങ്ങി. ജയസൂര്യയുടെ ഒറിജിനൽ സ്വഭാവം ഇതാണ്. അതിനുശേഷം ട്യൂഷന് പോയി ഫിലോസഫി പഠിച്ച് ബുദ്ധിജീവിയായി. ജയസൂര്യ പണ്ടേ സൂത്രശാലിയായ കുറുക്കനാണ്. ബിക്കിനിയിട്ട് കാണണം പോലും. സുഹൃത്തിനോട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? എൻ്റെ ഫ്രണ്ട് വല്ലതും ആയിരുന്നെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കും ആ സൗഹൃദം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. കേസും വിവാദവും വരുന്നതിന് മുമ്പ് വരെ ജയസൂര്യക്ക് ജനപ്രിയ നടന്മാരുടെ ലിസ്റ്റിലായിരുന്നു മലയാളികൾ നൽകിയിരുന്ന സ്ഥാനം. എന്നാൽ ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സാണ് ജയസൂര്യക്ക് ഇപ്പോൾ ഉള്ളത്.